നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നത്തിലെ ഭാവി ഗാസയുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട ഇസ്രായേൽ അമ്പരചുംബികളായ ആഡംബര സൗധങ്ങളും ഹോളിഡേ റിസോർട്ടുകളും നിറയെ യാട്ടുകളുമെല്ലാം ഇവിടെയുണ്ടാകും. കൂടാതെ ദൈവവിശ്വാസികൾക്ക് പ്രാർത്ഥിക്കാൻ മോസ്കും പള്ളിയും സിനഗോഗും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചാണ് ഭാവിയിലെ ഗാസയുടെ മഹത്വം വിളിച്ചോതുന്ന ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. കഴിഞ്ഞയാഴ്ചയാണ് ഗാസയെ മധ്യപൂർവ്വ ദേശത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്ക സന്ദർശിച്ച വേളയിൽ വൈറ്റ് ഹൌസിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിലെ പ്രൊഫസറായ ജോസഫ് ഫെൽസ്മാന്റെ നേതൃത്വത്തിലാണ് ഈ ചിത്രങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഉപദേഷ്ടാക്കൾക്ക് കഴിഞ്ഞ വർഷമാണ് ഇത് അയച്ചു കൊടുത്തിരുന്നത്. പുതിയ നഗര നിർമ്മാണത്തിനായി $500 ബില്യൺ ചിലവ് വരുമെന്നാണ് ഇത് സംബന്ധിച്ച് പഠനം നടത്തിയവർ റിപ്പോർട്ടിൽ അറിയിച്ചിരിക്കുന്നത്. ഗാസ 2035 എന്നാണ് ഈ പ്രോജക്റ്റിന് നൽകിയിരിക്കുന്ന പേര്. കൂറ്റൻ കെട്ടിടങ്ങൾക്കൊപ്പം തന്നെ 132 കിലോമീറ്റർ റെയിൽവേ ലൈനും പ്രോജക്റ്റിൽ പറയുന്നുണ്ട്. ഗാസയെ പ്രതിസന്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ ഈ പദ്ധതി ഏറെ സഹായകമാകുമെന്നാണ് റിപ്പോർട്ട്. ഇവിടെ ഓയിൽ റിഫൈനുകളും സൗരോർജ പാടങ്ങളും എല്ലാം നിർമ്മിക്കാനാണ് പദ്ധതി. 2023 തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഈ റിപ്പോർട്ട് അയച്ചു കൊടുത്തതാണ്. നെതന്യാഹു ആയിരിക്കാം ട്രംപിന് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ട്രംപിന്റെ ടീമിനും പ്രോജക്റ്റ് അയച്ചു കൊടുത്തിരുന്നു. ഗാസ മുനമ്പിലെ ഭൂരിപക്ഷം കെട്ടിടങ്ങളും ഇസ്രായേൽ ആക്രമണത്തിൽ നിലം പരിശായിരുന്നു. ഗാസയുടെ കിഴക്കൻ മേഖലയിലാണ് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ ഏറ്റവും അനുയോജ്യമെന്നാണ് ജോസഫ് ഫെയിൽസ്മാനും സഹപ്രവർത്തകരും അറിയിക്കുന്നത്. വീടുകൾ പടിഞ്ഞാറൻ മേഖലയിലും നിർമ്മിക്കുന്നതാണ് ഉചിതമെന്ന് റിപ്പോർട്ട് പറയുന്നു. കാർഷിക മേഖലയ്ക്കായും സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം യാഥാർത്ഥ്യമാകണമെങ്കിൽ ജനങ്ങളെ പൂർണ്ണമായി ഗാസയിൽ നിന്ന് ഒഴിപ്പിക്കണം. പദ്ധതി മികച്ച റിയൽ എസ്റ്റേറ്റ് സംരംഭമായിരിക്കുമെന്നാണ് ട്രംപ് നെതന്യാഹുവിനോട് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ജനങ്ങളെ ഇവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനം എത്രത്തോളം പ്രായോഗികമാകുമെന്നതാണ് സംശയം. ഗാസയിലെ 18 ലക്ഷത്തോളം വരുന്ന ജനങ്ങളെ ജോർദാനിലേക്കും ഈജിപ്തിലേക്കും മാറ്റിപ്പാർപ്പിക്കാനുള്ള ട്രംപിന്റെ നിർദ്ദേശത്തിനും ശക്തമായ എതിർപ്പാണ് ഉയരുന്നത്.